ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ളോഗ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ച് ഇതൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ദിവസത്തെ ഉച്ചവരെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായയൊക്കെ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ 3 ആളുണ്ട് കേട്ടോ. ഒരാൾ ഉണ്ണി എണിച്ചിട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അവൾ വന്നിട്ട് അവൾക്കുള്ളത് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ ഞങ്ങൾ 2 ഗ്ലാസ്സിൽ ചായ എടുത്തത്. ഞങ്ങൾ കട്ടൻ ചായയാണ് കുടിക്കാറ്. ഞങ്ങൾക്ക് അതാണ് കേട്ടോ ഇഷ്ടം. ഞങ്ങൾ പുറത്താണ് കേട്ടോ പാചകം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലെ അടുപ്പ് നാശമായിട്ട് പൊളിച്ചിട്ട് പുതിയത് പണ്ടൊക്കെയാണ്. അപ്പോൾ അത് ഉപയോഗിക്കാറായിട്ടില്ല. അതുകൊണ്ട് പുറത്ത് അടുപ്പുണ്ടാക്കിയിട്ട് ഞങ്ങൾ പാചകങ്ങളൊക്കെ അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അത് ഞങ്ങൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കത്തിക്കുകയാണ്. അപ്പോൾ തീയൊക്കെ പിടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദോശച്ചാട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ. നീർദോശയാണ് കേട്ടോ ഇന്ന് രാവിലത്തെ ചായയിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ദോശയുടെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ഇതിനിടയിൽ അവിടെ വേറെ പരിപാടികളും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള കറിയൊക്കെ അവിടെ ഗ്യാസുമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ 3 പേരുണ്ട് ഞങ്ങളെന്ന്. ഓരോരുത്തരും ഓരോരോ പരിപാടികളിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ആയിട്ടോ, നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ എണീറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ചായ കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തർ മാറി മാറിയിട്ട് ദോശ ഉണ്ടാക്കാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേരുണ്ട് വീട്ടിൽ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചധികം ഉണ്ടാക്കണം. അപ്പോൾ ഒരാൾക്ക് തന്നെ ഇങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റില്ല. മാറി മാറിയിട്ട് ഞങ്ങൾ ദോശ ഉണ്ടാക്കാൻ ഇരിക്കണത് കേട്ടോ. ഇപ്പോൾ ദോശ ഉണ്ടാക്കണത് അവിടെ ഒരാൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വേറെ ആളുടെ രാവിലെ തന്നെ ചെടിയൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ എണിച്ചവരൊക്കെ അവിടെ മുറ്റത്ത് കളിക്കുന്നുണ്ട്. അവരിനൊക്കെ ഇതിനിടയ്ക്ക് കാണാം. അപ്പോൾ ചെടി നനച്ച് കൊടുക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, മുറ്റടിച്ച് വരണം. അപ്പോൾ ആ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തളിച്ചിട്ടാണ് കേട്ടോ മുറ്റടിച്ച് വരുന്നത്. നല്ല പൊടിയാണ്. അത് കാരണം വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടാണ് മുറ്റടിച്ച് വരാറ്. മുറ്റൊക്കെ ആകെ കച്ചറായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതൊക്കെ പിള്ളേരുടെ പണിയാണ്. അപ്പോൾ അടിച്ചു വരുമെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഒരു ചടങ്ങിന് ചെയ്യാണ്. ഇതൊരു 5-10 മിനിറ്റ് ഇങ്ങനെ കിടക്കുള്ളൂ വൃത്തിയിൽ. പിന്നെ അത് പഴയ പോലെ തന്നെ ആവും. അവർക്ക് തന്നെ പണി. ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ. അതാണ് പിള്ളേരിനൊക്കെ ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ രാവിലെ അവർ പോണ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആവും ഈ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു റിലാക്സേഷൻ ഉണ്ട് ഇപ്പോൾ സാവധാനമൊക്കെ ചെയ്യണത്. അപ്പോൾ അവരവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഓരോരുത്തരൊരു 4-5 വണ്ടിയുണ്ട്. അപ്പോൾ മുറ്റം നിറച്ച് വണ്ടികളാവും. അപ്പോൾ ഓരോരുത്തർ പോയതിന് ശേഷം മുറ്റടിച്ച് വരാൻ പറ്റുള്ളൂ. വണ്ടികളൊക്കെ ഒന്ന് മാറിപ്പോയാലേ മുറ്റടിച്ച് വരാൻ പറ്റുള്ളൂ. അത് കാരണം കുറച്ച് ലേറ്റായിട്ടാണ് മുറ്റടിച്ച് വരാറ്. അപ്പോൾ ഒരാളവിടെ മുറ്റടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരാളിവിടെ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ പണിക്ക് പോണ ആളുടെ അനിയന് ഉണ്ട്. അപ്പോൾ അവനക്ക് തലേ ദിവസം പകുതി വേവിൽ ചോറ് ഊറ്റി വെക്കും. പിന്നെ പോണ സമയത്താകുമ്പോഴത്തേനും അത് തിളപ്പിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിൽ കൂടെ കുട്ടികൾക്ക് മാറ്റി വെച്ചതാണ്. അവർ രാവിലെ നല്ല കുഞ്ഞു കുട്ടികളൊന്നും ദോശ കഴിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള ചോറ് ഇവിടെ ആവണുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് തീയൊക്കെ കെട്ടു. ഇവിടുന്ന് പോയപ്പോൾ തീയൊക്കെ കെട്ടു കേട്ടോ. അടുത്ത പണിക്ക് പോയപ്പോൾ അപ്പോൾ ഞാൻ പിന്നെയും കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ചായ കൂടി അവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ തലേദിവസം അരിഞ്ഞു വെച്ചതാണ് കേട്ടോ പയർ.
പിന്നെ ഉള്ളി അതിലേക്കുള്ള തൂമിക്കാനുള്ള ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഉപ്പേരി ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ മിക്സിയുടെ മൂടി കണ്ടിട്ട് ഞെട്ടരുത് കേട്ടോ, മൂടി പൊട്ടിയപ്പോൾ ഞങ്ങളന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്തത്. അപ്പോൾ ഇത് രാവിലത്തെ ദോശയിലേക്ക് ഉണ്ടാക്കിയ പയർ കറിയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ മീനാണ് ഇത്. തലേ ദിവസം ഞങ്ങൾ മേടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കറി വെക്കാമല്ലോ വിചാരിച്ച് തലേ ദിവസം തന്നെ മീൻ വാങ്ങിച്ച് വെക്കും. അപ്പോൾ അത് ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് ഐസ് വിടാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഐസ് ഇട്ടിട്ട് വേണം ഇനി ഇത് ഒന്ന് നന്നാക്കി എടുക്കാൻ. അപ്പോൾ അപ്പത്തിനും ഉപ്പേരി ഒരാളവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനും അവിടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വയ്ക്കാൻ വന്നതാണ്. ഞങ്ങളിവിടെ ഉപ്പിട്ടിട്ട് ആണ് കേട്ടോ ചോറ് വയ്ക്കാറ്. ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടതൊന്ന് കുറേ ചോറുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഉച്ചക്കൾക്ക് മാത്രമുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു നേരത്തിനുള്ളൂ. ഇനി വൈകിട്ട് രാത്രിക്കൽക്കുള്ള ചോറ് വൈകിട്ട് വെക്കുക ചെയ്യുക. അപ്പോൾ ചോറ് അവിടെ ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോറ് ഇറക്കിയിട്ട് വേണം ഞാൻ അടുപ്പത്ത്. ഇവിടെ ഞങ്ങൾ മാത്രമല്ല കുറച്ച് മൃഗങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ആടുണ്ട്, ആടുകൾ കുറേ ഉണ്ട്, പിന്നെ പോത്തുണ്ട്. അപ്പോൾ അവർക്കുള്ള വെള്ളമാണ് അവിടെ സൈഡിൽ വെച്ചത് കേട്ടോ. അപ്പോൾ ചെമ്പ് ഇറക്കിയിട്ട് അത് ചൂടാക്കാൻ വെക്കണം. പിന്നെ ഈ ചോറ് വെന്ത അടുപ്പത്ത് തന്നെ അവർക്കുള്ള അരിയും കൂടി ഇട്ടിട്ട് നമ്മൾ കഞ്ഞി വെക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞി വെള്ളം കൊണ്ട് മാത്രം ആവില്ല, അവർക്ക് അത്യാവശ്യം കുറങ്ങളൊക്കെ കുറേ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ചോറ് വീട്ടിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോറ് വീട്ടിൽ കഴിഞ്ഞപ്പോൾ അത് വെള്ളം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അടുപ്പത്ത്. ഈ ഒരു അടുപ്പത്ത് തന്നെ എല്ലാതും ചെയ്യണം. അപ്പോൾ അത് ഇറക്കുന്നതോടൊപ്പം അടുത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാണ്, വേറെ അടുപ്പില്ല. ചോറ് വീട്ടിൽ കഴിഞ്ഞോടൊപ്പം തന്നെ ഉമ്മ ആടിനുള്ള വെള്ളം കാട്ടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഫസ്റ്റിൽ കാണിച്ചത് പോത്തിനുള്ള വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ അതിവിടെ പോത്തിന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പോത്താണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ഈ പോത്തിനെ കൊടുത്തിട്ട് ഇപ്പം അധിക ദിവസം ആയിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പോത്ത് വെള്ളം കുടിക്കുന്നത്. പോത്തിനെ കണ്ടപ്പോൾ അവർക്കൊരു കൗതുകം. അധിക ദിവസം ആയിട്ടില്ലല്ലോ. ആടുങ്ങളുടെ അടുത്ത് ഇപ്പം അവരങ്ങനെ പോയി നിൽക്കില്ല, അവരെപ്പോഴും കാണുന്നതല്ലേ. അപ്പം ഉമ്മ ആടിന് വെള്ളം കാട്ടാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആടുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു വലിയ ഒരു പാത്രത്തിൽ കലക്കിയതിന് ശേഷം ഓരോരുത്തർക്ക് വെവ്വേറെ പാത്രത്തിൽ അങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. 3 കൂട്ടിലാക്കിയിട്ടാണ് ആടുങ്ങളിലൊക്കെ ഇട്ടിക്കണത്. അപ്പോൾ കുട്ടികളുടെ ഒന്നിൽ, അതുപോലെ തള്ളാര് ഒന്നിൽ, പിന്നെ ഇപ്പൊ പ്രസവിച്ചാരനെയും തള്ളനെയും ഒന്നിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഉമ്മ അതിനുള്ള വെള്ളം കാട്ടണൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഇപ്പോൾ ആടുങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ മീൻ ഐസൊക്കെ വിട്ട് അത് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കറി വെക്കണം. അപ്പോൾ ഇവിടെ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കാറ്, മീൻ കറി വെക്കാറ്. അപ്പോൾ തേങ്ങ അനിയത്തി അവിടെ ഉടക്കുന്നുണ്ട്. ഞങ്ങൾ വെള്ളമൊന്നും വേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. അതിനിടയ്ക്ക് അവളുടെ കയ്യിൽ നിന്ന് ആ തേങ്ങ ഒന്ന് തെറിച്ച് പോയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ വിറ്റുകളൊക്കെ ഞങ്ങൾ സംഭവിക്കാറുണ്ട് ഞങ്ങളെ കയ്യിൽ നിന്ന്. അപ്പോൾ തേങ്ങ ഈ ഒരു തേങ്ങ കൊണ്ട് ഒന്നും ആവില്ല കേട്ടോ. അടുത്ത തേങ്ങ കൂടി പൊളിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 2 തേങ്ങ എന്തായാലും നിർബന്ധമായിട്ടും ഒരു ദിവസത്തെ കറിക്ക് ആവശ്യമാണ്. 2 നേരത്തിനും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കറി വെക്കാറ്. കറി ഒരു നേരം തന്നെ വെക്കുള്ളൂ. പക്ഷെ നമ്മൾ ചോറാണ് 2 നേരം വെക്കുക. അപ്പോൾ പാത്രങ്ങൾ കുറേ കഴുകി എടുത്തു വിട്ടു. അതിൻ്റെ ബാക്കി പാത്രങ്ങളാണ്. ഓരോ പണികൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പാത്രങ്ങൾ ഓരോരുത്തർ കഴുകി വെക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെന്ന് വെച്ചെങ്കിൽ സ്ലാബ് കാണില്ല. അത്രക്കധികം പാത്രങ്ങൾ ഉണ്ടാവും കഴുകാൻ കേട്ടോ. കൂട്ടാൻ വെക്കാനുള്ള പരിപാടികളൊക്കെ ഇവിടെ നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പാത്രം കഴുകലും ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ നമ്മളെ ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ അടുപ്പ് പുതിയത് പണിതെന്ന്, ആ അടുപ്പാണ് കേട്ടോ. ഇത് ഉപയോഗിക്കാറായിട്ടില്ല. നല്ലോണം നനച്ചിടണം എന്ന് പറഞ്ഞ കാരണം ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല.
പിന്നെ ടൈൽ ഒട്ടിച്ചിട്ടില്ല, അപ്പം അതും കൂടി ഉണ്ട്. ഇപ്പം ചാക്ക് നനച്ചിട്ട് ഇട്ടേക്കാണ് കേട്ടോ. എത്രത്തോളം നനക്കുന്നു അത്രത്തോളം ഇതിന് ഉറപ്പുണ്ടാവുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ നല്ലോണം നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ സ്ലാബൊക്കെ ക്ലീൻ ചെയ്യാണ്. ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ പുറം പണിക്ക് ഇറങ്ങുകയാണ്. അതെ, അടുക്കളയിൽ കഴിഞ്ഞു. ഇനി അടുക്കളത്തെ കഴിഞ്ഞു എന്നൊന്നും പറയാനായിട്ടില്ല. ഇനി ഇടക്കിടക്ക് ഇങ്ങനെ കേറണം. എന്നാല് ഏകദേശം കുക്കിങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി പുറത്ത് അടിക്കുക, തുടക്കുക, കഴുകുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ സമയത്ത് തന്നെ നമ്മള് മെഷീനിൽ തിരുമ്പാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരാൾ അവിടെ പുറത്ത് തിരുമ്പാനും പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങള് നടക്കുന്നുണ്ട്. ഞങ്ങൾ 3 ആളുണ്ട് കേട്ടോ. അത് കാരണം ഓരോരുത്തരെ ഓരോ പണി ചെയ്യാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ കറി. അപ്പോൾ ഇനി അതൊന്ന് മാറ്റിയിട്ട് ആ ഗ്യാസും കൂടി ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ ആ പരിപാടി നോക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മോൻ വന്നിട്ട് അവിടെ എന്നെ സഹായിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവന് തുടക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തുടക്കാൻ മാത്രല്ല, കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ വലിച്ചിടാനും സഹായിക്കാറുണ്ട് അവര്. നല്ല കുട്ടിയാവും, കണ്ടില്ലേ. ഇപ്പോൾ ചോറ് വെന്ത് ഊറ്റിയിട്ട് കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് ഉച്ചക്കൽക്കുള്ള ചോറ്. ചോറ് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത് കേട്ടോ, ഞങ്ങൾക്ക് ചിരി വരും അത് കാണുമ്പോൾ. ഇതാ അപ്പോൾ ഒരു പ്രാവശ്യം തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം തിരുമ്പാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുള്ളതിന് അത്യാവശ്യം തിരുമ്പാനുണ്ടാവും കേട്ടോ. 2 ട്രിപ്പ് മെഷീനിൽ തിരുമ്പും. അത് കൂടാതെ കല്ലുമ്മ തിരുമ്പാനും അത്യാവശ്യം ഉണ്ടാവും. കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല ചെളി ഉണ്ടാവും. അപ്പോൾ കല്ലുമ്മലാണ് അതൊക്കെ തിരുമ്പുക. ഇപ്പോൾ ഒരാളവിടെ കല്ലുമ്മ തിരുമ്പുന്നുണ്ട് കേട്ടോ. അതെ, കണ്ടില്ലേ, ഇതൊക്കെ പുറത്ത് തിരുമ്പാനുള്ളതാണ്. ഞങ്ങള് 3 ആളും കൂട്ടി തന്നെയാണ് കേട്ടോ തിരുമ്പാറ്. അപ്പൊ വീഡിയോ എടുക്കണ കാരണം കൊണ്ടാണ് ഒരാള് ചെയ്യണത്, ഒരാള് വീഡിയോ എടുക്കുന്നുണ്ട്. ഉണ്ണി എണിച്ചിട്ട് ഇതാ ഉണ്ണീനെ ഇവിടെ ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ഉണ്ണി, ഏറ്റവും ചെറിയ ഉണ്ണിയാണ് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ കുട്ടികൾ 2 അവിടെ ഇരിക്കുന്നു. അവരെ നോക്കാതിരുത്തിക്കാണ് അവളെന്നെ. അപ്പോ അടിച്ചു വരാൻ തുടങ്ങിട്ടോ. ഇനി അടിക്കലും തുടക്കലും തോരടലും കഴിഞ്ഞാല് ഒരു ദിവസത്തെ ഉച്ചവരെയുള്ള പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്ക് ശേഷം ഇതൊക്കെ തന്നെ പണി കേട്ടോ. പിന്നെ ചോറ് വെക്കണം, അടിക്കണം. പിന്നെ അടിക്കല് ഇപ്പൊ വിരിച്ചിട്ടതൊക്കെ എടുത്തു കൊണ്ടുവരിക, മടക്കി വെക്കുക, കുട്ടികളെ നോക്കുക, അവർക്ക് തിന്നാൻ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ് ഇനി ഉച്ച കഴിഞ്ഞാൽ കേട്ടോ. ഉച്ച വരക്കുള്ള വീഡിയോ മാത്രമേ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ലെങ്ത് ഒരുപാട് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ആദ്യത്തെ പ്രാവശ്യമല്ലേ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. എന്താ പറയുക, പഠിക്കലിവിടെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അകത്തും അത്യാവശ്യം കച്ചറുണ്ടാവും കേട്ടോ. പിള്ളേരുള്ള കാരണം എല്ലാതും വലിച്ചിട്ടിട്ട് ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം കച്ചറയും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് കവറുകൾ ഞങ്ങൾ കത്തിക്കാറൊന്നുമില്ല. അത് പഞ്ചായത്തിൽ നിന്ന് അവർ മാസത്തിൽ വരും കൊണ്ടുപോകാൻ. അതുകൊണ്ട് പ്ലാസ്റ്റിക് കവറുകളൊക്കെ പറക്കിയിട്ട് ഞങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ ചെയ്യാറ്. ഒരാൾ താഴത്ത് അടിക്കുമ്പോൾ തന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ തുടച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം താഴത്ത് എത്തിയിട്ടുണ്ട്. അപ്പം തുടക്കലും അതിനോട് കൂടിയിട്ട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുമ വന്നു. പിന്നെ ഒരാൾ ഇവിടെ തോരയിടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട്. ഇത് ഫോണിൽ എടുക്കണ കാരണം ഓരോരോ ഭാഗമായിട്ടാണ് എടുത്തത്. അതാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഒരുമിച്ചിട്ട് ഓരോരുത്തർ ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികളിനൊക്കെ ചീത്ത പറഞ്ഞിട്ട് മുറ്റത്ത് ഓടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇല്ലാന്ന് വെച്ചെങ്കിൽ തുടക്കണേൻ്റെ ഇടയിൽ വിടുന്നിട്ട് ഇങ്ങനെ ഓടി കളിക്കട്ടെ. നമ്മളെ വീട്ടിൽ ഒരു 10 കുട്ടികളുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. ഇനി ഇവിടെ വൃത്തിയാക്കുക, തുടക്കുക, അതൊക്കെ തന്നെയാണ് കേട്ടോ പണി. പിള്ളേരുള്ള കാരണം ഏത് നേരം ചളിയാക്കിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ തുടച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പത്തിനും ഓരോരുത്തര് ചവിട്ടിയതാ കണ്ടില്ലേ. അവിടെ കണ്ടില്ലേ, കുട്ടികളെ കണ്ടില്ലേ, അവരിനിയിപ്പോൾ ഇങ്ങോട്ട് കയറും. അവിടെ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പൊ കിടക്കണ വരെ തന്നെ പണി. ഒരു ദിവസം ഒരു 4-5 വട്ടെങ്കിലും തുടക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെച്ചെങ്കിൽ ഫുള്ള് തുടച്ചിട്ട് തന്നെ ഒരു മാതിരിയാണ്. ഈ സമയം കൊണ്ട് തന്നെ മുറ്റൊക്കെ അവര് ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട്. അങ്ങനെ പിള്ളേരുള്ളടത്ത് അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. അതെ. അപ്പൊ അവിടെ അലക്കിയ തുണികളൊക്കെ തോരയിടുന്നുണ്ട് കേട്ടോ.
ഇതൊന്നല്ല, വീടിന്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ തോരട്ടിട്ടുണ്ട്. ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ എന്ന് മാത്രം. അതെ, ഇത് ഒരു ട്രിപ്പ് എടുത്തിട്ട് രണ്ടാമത്തെ ട്രിപ്പ് തോരയിടുന്നതാണ്. ഫസ്റ്റ് ഇട്ടതൊക്കെ ഉണങ്ങി അത് എടുത്തിട്ട് പിന്നെ ഇടുന്നതാണ്. ഇനി ഇത് ഉച്ചയാകുമ്പോ ഒന്നും കൂടി എടുക്കും, എന്നിട്ട് അടുത്ത ട്രിപ്പ് ഇടും. ഞങ്ങക്ക് തന്നെ പണി രാത്രി വരെ. ഇനി ഇത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ ഉച്ചക്ക് ഒരു പ്രാവശ്യം കൂടി മെഷീനിൽ ഒന്നും കൂടി തിരുമ്പും. അപ്പൊ ഉച്ച കഴിയുമ്പോ അതും കൂടി തോരയിടണം. അങ്ങനെ കുറച്ച് പണികളുണ്ട് അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ദിവസത്തെ ഞങ്ങളുടെ ദിവസം എന്ന് പറയണത്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കുക, അത് കഴിഞ്ഞാൽ കുളിക്കുക, ഭക്ഷണം കഴിക്കുക. അപ്പോൾ ചോറ് കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. ചോറും ഉപ്പേരിയും കറിയും ഒക്കെ വെച്ചിട്ട് നമ്മളുടെ എന്നും ഇങ്ങനെ എല്ലാതും ഉണ്ടാവുന്നില്ല. ചില ദിവസം കറിയും എന്തൊക്കെ ഉണ്ടാവും. ചില ദിവസം കറി എന്തേലും മീൻ വറുത്തത് പപ്പടം വറുത്ത അങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് വറുക്കാനുള്ള മീനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് മീൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് മുഴുവനായിട്ടും കറി വെച്ചു. അപ്പൊ കോഴിമുട്ട പൊരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം ഫുഡ് കഴിക്കാൻ. അപ്പൊ അവർക്കൊക്കെ കോഴിമുട്ട പൊരിച്ചു കൊടുത്തു. ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വീഡിയോ. ഉച്ചവരക്കത്തെ ഞങ്ങളുടെ ജീവിതം ഇതാണ് ഒരു ദിവസം നടക്കണത്. ഇപ്പോൾ കുട്ടികൾ അവരെ അടുത്ത പരിപാടി തുടങ്ങിയിട്ടോ. ആടിനെ ഇല പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. പ്ലാവിൻ്റെ ഇല വെട്ടി കൊടുന്നിട്ട് തൂക്കിയിടും. എന്നിട്ട് അതിൽ നിന്ന് ഇല പൊട്ടിച്ചിട്ടാണ് കേട്ടോ ആടുങ്ങൾക്ക് കൊടുക്കാറ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഉച്ചവരക്കത്തെ പരിപാടികൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുമാത്രം പോരാ, ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടി കൊടുത്താൽ ഞങ്ങളിടുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇതുവരെ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.